നീലേശ്വരം രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിലേതുൾപ്പെടെ നിരവധി വിദ്യാർത്ഥികൾ സഞ്ചരിക്കുന്ന നടവഴി കാടുമൂടിയും വെള്ളം കയറിയും ഉപയോഗശൂന്യമായി. അധികാരികളുടെ അനാസ്ഥയും അവഗണനയുമാണ് ഈ വഴിയെ ഇങ്ങനെ ദുരിതമയവും അനാഥവുമാക്കുന്നത്. This news sponsored by Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. നീലേശ്വരം മേൽപ്പാലത്തിലടിയിൽ നിന്നും മന്നംപുറത്തുകാവിന്റെ കിഴക്കേ കമാനത്തിന് മുന്നിലൂടെ കടന്നുപോകുന്ന വഴിയാണ് മഴ കനത്തതോടെ തീർത്തും ഉപയോഗരഹിതമായത്. പൊന്തക്കാടുകൾ വളർന്നതും മലിനജലം കെട്ടിക്കിടക്കുന്നതുമാണ് ഇതിന് കാരണം. കിഴക്കൻ കൊടുവൽ, കരിഞ്ചാത്തുംവയൽ, കൊഴുന്തിൽ, മൂലപ്പള്ളി ഭാഗങ്ങളിലേക്കുള്ള കുട്ടികളും പടിഞ്ഞാറ്റൻ കൊടുവലിലേക്കുള്ള കുട്ടികളുമെല്ലാം എളുപ്പവഴിയായി ഉപയോഗിക്കുന്ന നടപ്പാതയാണിത്. ഇതിലൂടെ കടന്നുപോകാൻ കഴിയാതായതോടെ തൊട്ടരികിലെ റെയിൽപാളത്തിലൂടെയും ഇതിനോട് ഓരം ചേർന്നുള്ള ചെറിയ വീതിയിലുള്ള നടവഴിയിലൂടെയും ഒക്കെയാണ് ഇപ്പോൾ വിദ്യാർത്ഥികളുടെ സഞ്ചാരം. ലൈൻ ഇരട്ടിപ്പിച്ചതിൽ പിന്നെ നിരവധി അപകടങ്ങളും അപകട മരണങ്ങളും നടന്ന മേഖലയാണിത്. മാലിന്യം നിറഞ്ഞ വെള്ളക്കെട്ടും ഇടജന്തുക്കളുടെ ഉപദ്രവമുള്ള പഴയ നടവഴി ഒഴിവാക്കി ഈ അപകട വഴിയെയാണ് ഇപ്പോൾ കുട്ടികളെല്ലാം ആശ്രയിക്കുന്നതെന്നത് രക്ഷിതാക്കളെ വലിയ തോതിൽ ആശങ്കപ്പെടുത്തുന്നുണ്ട്. നീലേശ്വരം നഗരസഭ നിലവിൽ വന്നതു മുതൽ തന്നെ ഈ മേഖലയെ പഴയ രീതിയിൽ സഞ്ചാര സൗഹൃദമാക്കുമെന്ന് കൗൺസിലർമാർ വാഗ്ദാനം നൽകാറുണ്ടെന്നും എന്നാൽ ഇതുവരെയായും അതിന്റെ ചുവട് പിടിച്ചുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു. ഇതേ വഴിയിൽ റെയിൽവേ സ്ലീപ്പറുകളും കൂട്ടിയിട്ടിട്ടുണ്ട്. സ്ഥലം റെയിൽവേയുടെ അധീനതയിലായതും പ്രശ്നമാണ്. മഴ പെയ്യുമ്പോൾ മന്നംപുറത്തുകാവിന്റെ കമാനത്തിന് മുൻവശത്തു കൂടി റോഡിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നത് തടയാൻ ഇതുവഴി വയലിലേക്ക് തുറക്കുന്ന നല്ലൊരു ഓവുചാലും കോൺക്രീറ്റ് ചെയ്തുയർത്തിയ നടവഴിയും പണിയാൻ സാങ്കേതിക കുരുക്കുകൾ അടിഞ്ഞ് ഒരു പദ്ധതി ഒരുങ്ങുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ ഇവിടുത്തുകാർ. ന്യൂസ് ബ്യൂറോ, നീലേശ്വർ.